ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നപ്പോൾ സൈക്കിൾ നമ്മൾ നമ്മുടെ സ്പീഡോമീറ്റർ അങ്ങനെ വെക്കാനാണ്. ഇപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ ഒന്ന് കാണിച്ചു തരാം. എന്താണ് സ്പീഡോമീറ്റർ? സൺഡിഗിൻ്റെയാണ്. അത്യാവശ്യം ബ്രാൻഡഡ് നോക്കി വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുറേ എണ്ണം സെർച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തതാണ്. ഇപ്പോൾ സാധാരണ മോഡലൊക്കെ നോക്കി, പക്ഷേ അത് ഭയങ്കര ലോക്കലായിരുന്നു. ഇത് അത്യാവശ്യം ബ്രാൻഡഡ് എന്ന് പറയാനുള്ളത് ഒരു സൺഡിഗിൻ്റെ ബ്രാൻഡാണ്. എല്ലാം ചൈന തന്നെയാണ്, പക്ഷേ കുറച്ച് ബ്രാൻഡഡ് ക്വാളിറ്റിക്ക് ഉള്ളത് ഇതാണ്. പിന്നെ ബാക്ക് ലിറ്റുള്ള മോഡലാണിത്. ഇപ്പോൾ ഇങ്ങനെ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ടൂൾ ഫ്രീ, അതുപോലെ LCD ബ്ലാക്ക് ബാക്ക് ലിറ്റ് ഉണ്ട്, ലൈറ്റുള്ളതാണ് ഇതിൽ. അതുപോലെ ബാറ്ററി ലോ ഇൻഡിക്കേഷൻ ഉണ്ട്. അതുപോലെ ടൈം കാണിക്കാൻ കൂടെ കാണാം. ടൈമിന് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സൈഡിലായിട്ട് അവരെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഫങ്ഷൻ സൈഡിൽ റൈഡിങ്, ഓൾ ടൈം, ട്രിപ്പ് ഡൗൺ, അതുപോലെ ടെമ്പറേച്ചറും കാണിക്കില്ലേ. അതുപോലെ റിമൈൻഡർ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് സെറ്റ് ചെയ്യണം. പക്ഷേ അപ്പോൾ ഞാനത് അതിൽ ഓൾറെഡി കാണാം. www.sundig.com ആണ് സൈറ്റ്. അതുപോലെ മെയ്ഡ് ഇൻ ചൈനയാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോർമൽ പോലെ തന്നെ. പിന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു ബാറ്ററിയാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്തായാലും ഇത് ഓണായിരിക്കുന്ന കാരണം ചിലപ്പോൾ അധികം ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ബ്രാൻഡൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാനസോണിക്കിൻ്റെ 2032 എന്ന് പറയുന്നത് ഒരു മോഡൽ ഒരു ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഇടണമെങ്കിൽ ബാറ്ററി ഇട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഇനി തുടങ്ങും. അപ്പോൾ നമുക്കിത് പിന്നെ ഇത് ഈ ഏരോക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം സെറ്റ് ചെയ്യാം. 7:30 ആണ് കാലത്ത് ഓൾമോസ്റ്റ്. ഇന്ന് 1 കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും. അപ്പോൾ ആദ്യം നമുക്ക് കാണിക്കുന്നത് ടെമ്പറേച്ചറാണ്. പിന്നെ നമുക്കൊരു 25 ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പോയി നമുക്ക് ഡിജിറ്റലി പോയത് ആവശ്യമില്ല. പിന്നെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വരും. അത് നമുക്ക് നമ്മുടെ സർക്കംഫറൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ അവരുടെ ലിസ്റ്റിൽ ഒന്നുണ്ടാവും, ഞാൻ കാണിച്ചിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ സർക്കംഫറൻസ്. നമുക്ക് ഇതിൻ്റെ ഇതിലുള്ളത് വന്നിട്ട് ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ 2136 ആണ്. 26 × 2.3 ആണ്. അപ്പോൾ 2136 നമുക്കിവിടെ റീസെറ്റായിപ്പോയി. നമുക്കൊന്നുകൂടി അമർത്തി പിടിക്കാം. അപ്പോൾ ഇത് സെറ്റിങ് വന്നു, പിന്നെ തുടങ്ങി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒന്നുകൂടി അമർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം 24 hour ടൂർ മാറ്റാനുള്ളത്. പിന്നെ ടൈം വന്നു, അടുത്ത് ഒരു താഴെ വരും. അപ്പോൾ നമുക്കിതിൽ ഇത്ര കണ്ട് നേരത്തെ 2136 ആണ്. അപ്പോൾ ഇവിടെ 36 ആണ് വരേണ്ടത്. 6 ആക്കി കൊടുക്കുക. 213 ഇവിടെ 3 ആക്കി കൊടുക്കുക. ഇവിടെ 21 ആക്കി കൊടുക്കുക. 2136 ആയിട്ടുണ്ട്. അത് ഓക്കെ അമർത്തുക. കിലോമീറ്റർ ആണ് നോക്കുമ്പോൾ കിലോമീറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. ഇനി അടുത്ത ട്രിപ്പും അത് അതൊക്കെയാണ്. നമുക്കത് അത്യാവശ്യം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് നോക്കുന്ന അടിച്ചു പറയാം. അതുപോലെ റാറ്റൊക്കെയാണ്, ഓഡോമീറ്ററും റാറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഓൾമോസ്റ്റ് ഞാൻ ഈ സൈഡിലാണ് ഫിറ്റ് ചെയ്തത്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ടാഗ് ഇട്ടൊന്ന് ഉറപ്പിക്കണം. വേറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയറ് നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ അത് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആകെ ബ്ലോക്ക് ആവും ചിലപ്പോൾ. ഇതാകുമ്പോൾ അവർ ഓൾറെഡി കമ്പനിയായിട്ടൊക്കെ ആയതുകൊണ്ട് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. 6 ചക്ക ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. റെഡിലായ കാരണമാണ് അറിയുന്നത്, അല്ലെങ്കിൽ ശരിക്കും കണ്ടറിയില്ല. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യണം ഇനി. അപ്പോൾ കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ വെച്ചേക്കണേ. ഇവിടെ സെൻസർ വെച്ചു. ഇവിടെ നമ്മുടെ മാഗ്നറ്റ് ഇവിടെ വെച്ചേക്കണേ. അപ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ ഒരു എഡ്ജിൽ കൂടെയാണ് നമ്മൾ തിരിയുമ്പോൾ പോവുക. സർക്കംഫറൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫിക്സിങ്ങിലേക്ക് പോകാം. നമുക്കിനി അറ്റ് ലാസ്റ്റ് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നല്ല അത്ര ബോറൊന്നും ആവാണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടാഗ് വെച്ചു. നിങ്ങൾക്ക് കൂടെ കാണാം ടാഗ്. അതുപോലെ നമ്മുടെ താഴെയും ടാഗ് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോടുമ്പോൾ ഇവിടെ ഞാൻ ടാഗ് വെച്ച് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടാഗ് ഒന്നും കൂടെ കാണാണ്ടിരിക്കാൻ
ഇത് നീക്കിയിടാം. അപ്പോൾ ഇതാണ് സെൻസർ. അപ്പോൾ ഇത് കറക്റ്റ് അലൈൻമെൻറ്റ് വരണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വയറുകൾ കുറച്ച് നീട്ടം കൂടുതലുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ അതിങ്ങനെ ഞെട്ടക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ടാഗ് ഊരി കഴിഞ്ഞാൽ അത് എടുക്കാം. എക്സ്ട്രാ ടാഗ് ഉണ്ടായാൽ മതി എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 6 ടാഗാണ്ട് ഉണ്ടാകുന്നുള്ളൂ കൂടുതൽ. പിന്നെ നമുക്ക് ടാഗ് എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ബ്ലാക്ക് ടാഗ് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അറിയില്ല. പിന്നെ നിങ്ങൾ എന്തായാലും ടയറിൽ റിഫ്ലക്ടർ ഒരെണ്ണം വെക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ആവശ്യം വരും. അതുപോലെ ഒരു ലൈറ്റും, സാറ്റലൈറ്റ് പോലത്തെ എന്തെങ്കിലും ലൈറ്റും വെക്കാൻ നോക്കുക. അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, സൈക്കിളിലത്തെ ആക്സിഡൻറ്റ് ഇഷ്ടമായി നടക്കുന്നുണ്ട്. അതുപോലെ ഹെൽമെറ്റും വെക്കാൻ മറക്കരുത്. ഞാൻ ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന അക്സസറീസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഹെൽമെറ്റൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാതും നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആമസോണിൽ നിന്ന് തന്നെയാണ് മിക്ക സാധനം വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡീക്കത്തലാണ്. അപ്പോൾ സ്പീഡോമീറ്റർ ഇത് ആമസോണിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഏറ്റവും നല്ല നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. 2-3 നോക്കി, പക്ഷേ അതിന് ഒരു ക്വാളിറ്റി ഒന്നുമില്ല. എന്നിട്ട് റിട്ടേൺ ചെയ്തിട്ട് ലാസ്റ്റ് ഇതിൽ നിന്നാണ് സൺഡേക്കിൻ്റെ. പിന്നെ അതിലുള്ളത് പിന്നായിട്ടും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. ഇതിന് 600 സംതിങ് തന്നെ ഉള്ളൂ. നോർമൽ റേറ്റിൻ്റെ 600 താഴെ ഒന്നുണ്ട്, 500 സംതിങ് ഒന്നുണ്ട്. അപ്പോൾ വലിയ ഹൈ റേറ്റ് ഒന്നുമില്ല. നോർമൽ നമ്മുടെ 200-300 രൂപയ്ക്ക് കിട്ടുന്ന സാധനമായിട്ടും ഒരു കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നിൽക്കും. കുറച്ചുകൂടി ലാസ്റ്റായിരിക്കും. കുറച്ച് ആക്യുറസിയും കൂടുതലാണ്. പിന്നെ കുറച്ച് ഫങ്ഷൻസും കൂടുതലാണ്. ലൈറ്റൊക്കെ ഉണ്ട്, മറ്റേ ലൈറ്റൊന്നുമില്ല. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ലിങ്ക് താഴെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനൊന്നും മറക്കണ്ട. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.